എന്നില്ലേ ചിക്കൻ്റെ പാർട്സ് കൊണ്ട് വളരെ ടേസ്റ്റിയായ ഒരു റോസ്റ്റാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇത് വളരെ ഹെൽത്തിയാണ് കേട്ടോ. ചിക്കൻ്റെ പാർട്സ് നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. അത് ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിക്കുക, കുട്ടികൾക്കും കൊടുക്കുക. അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഈ ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിങ്ങനെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു 4 കഷ്ണമൊക്കെ ആക്കി മുറിച്ചെടുത്താൽ മതി കേട്ടോ. 4 3 ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ സാധനത്തുമ്മേ നല്ല നെയ്യ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ തന്നെ നെയ്യ് പിന്നെ ഊറി വരും കേട്ടോ. അപ്പോൾ അതിൽ എണ്ണ ഒഴിച്ച് കൊടുക്കണമെന്നൊന്നുമില്ല. ഞാൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് ലേശം വെളിച്ചെണ്ണ 1 ടീസ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലിതാ നല്ല നെയ്യ് പൊന്തി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നെയ്യ് കാണാനല്ലേ, തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നെയ്യിൽ നിന്ന് കോരി എടുക്കണം കേട്ടോ. ഇത് നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്കിത് കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് റോസ്റ്റാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് നെയ്യ് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലാണ് ഈ ഇത് റെഡിയാക്കുന്നത് കേട്ടോ, ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഞാൻ 150 ഗ്രാം ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് മുഴുവനായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലൊന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് കൂടി ചേർക്കണം. 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുകയാണ്. എന്നിട്ട് നല്ലൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ല ചെറിയ ഉള്ളി വന്നതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിക്കണത്. ഇനി അതിൻ്റെ ആ ഒരു മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കുക കേട്ടോ. മസാലയിലേക്കുള്ള ഉപ്പാണ്. നമ്മൾ നേരത്തെ ആ ചിക്കൻ്റെ പാർട്സിൽ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നല്ല ഉടഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത്, ഇതൊന്നിങ്ങനെ ചെറുതായി ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ, പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. മസാല കൂടിപ്പോവരുത്, മസാല കൂടിപ്പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ പാർട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ചിക്കൻ്റെ പാർട്സ് ഇങ്ങനെ ഫ്രൈ ആക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഒരു വേറൊരു ചൊവ ടേസ്റ്റ് അത്ര ടേസ്റ്റ് കിട്ടില്ല. ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇനി നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ആ മസാലയ്ക്ക് ഒന്ന് ഈ പാർട്സിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കുക കേട്ടോ. ഒരു 4-5 മിനിറ്റൊക്കെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുമ്പോഴേക്കും എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നമ്മുടെ പാർട്സ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ പാർട്സ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ.
നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.